എന്തായാലും അവളുടെ ലോൺ മുടങ്ങിയല്ലോ. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായി കാണില്ല. നാളെ പോയി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റിനെ കാണുമ്പോ ദിവ്യപ്രഭയുടെ പേര് പുറത്തു വരും. അതോടെ അവള് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അവള് വരട്ടെ, അതിനുവേണ്ടി തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. വന്നാൽ അവളെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പഞ്ചരത്നം പണയം വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് അവള് 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വാദിക്കും. ആ കാശ് എനിക്ക് സെറ്റിൽ ചെയ്യാതെ ഇനി ഒരു ബാങ്കിൽ നിന്നും അവൾക്ക് ഒറ്റ കാശ് പോലും കിട്ടില്ല. അതിൽ 25 ലക്ഷം മാത്രമേ ഉള്ളൂ നിന്റേത്. ബാക്കി മുഴുവൻ എന്റേതാ, അത് മറക്കണ്ട. നമ്മൾ തമ്മിൽ കാശിന്റെ കാര്യത്തിൽ എന്തിനാ ആന്റി ഒരു തർക്കം? എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ അല്ലേ? പഞ്ചരക്തത്തിന്റെ ഒറിജിനൽ ആധാരം ഇപ്പോഴും അമൃതയുടെ കയ്യിൽ തന്നെയാണ്. അത് പ്രശ്നമാവില്ലേ? അത് പരിഹരിക്കാനാണോ പാട്? അമൃത എനിക്ക് പണയം വെച്ച് എന്റെ വീട്ടിലിരുന്ന ഒറിജിനൽ ആധാരം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. വലിയ വെളച്ചിലെടുത്ത അമൃതയാണ് ആ ആധാരം എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് ഞാൻ വരുത്തി തീർക്കും.